പുറത്ത് നിന്നൊന്നും വാങ്ങാതെ ഫ്രൂട്ടി നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാമേ. ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഞാനിവിടെ കുറേ മാങ്ങയൊക്കെ ദേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നല്ല മധുരമുള്ള മാങ്ങയും ചെറുതായിട്ട് പഴുപ്പ് കുറഞ്ഞിട്ട് ചെറുതായിട്ട് പച്ച ഒരു പഴുത്ത് വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ മാങ്ങയുണ്ട്. അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മധുരമുള്ള പഴുത്ത മാങ്ങയും പിന്നെ ഒരു നല്ല പച്ച മാങ്ങ ഉണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇനി ഈ മാങ്ങയൊക്കെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ. അതുകൊണ്ട് തന്നെ 2-3 കഷ്ണങ്ങളായിട്ടൊക്കെ അങ്ങ് ഇട്ടാൽ മതി. ഈ ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് അധികം നാരില്ലാത്ത ടൈപ്പ് മാങ്ങ വേണം എടുക്കാൻ. അങ്ങനത്തെ നമുക്ക് ഇത് ഫുള്ള് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഏകദേശം നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ളതിന് നല്ല മധുരമുണ്ട്. ഈ ഒരു ടൈപ്പിനൊക്കെ നല്ല മധുരമുണ്ട്. എന്നാൽ ചെറുതായിട്ടൊരു പച്ച നിറമൊക്കെ ഉള്ളൊരു അധികം മഞ്ഞ നിറം ഓറഞ്ച് നിറം ഇല്ലാത്തൊരു ലൈറ്റ് കളറുണ്ടല്ലോ, അങ്ങനത്തതിന് വലിയ മധുരമില്ല, ചെറിയ പുളിരസമുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. ഞാനിപ്പം 3 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ നുറുക്കി വെച്ചിട്ടുള്ള മാങ്ങ മൊത്തം ചേർത്ത് കൊടുക്കാം. തീരെ ചെറിയ പീസായിട്ടൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇതുപോലെ തന്നെ ഒരു 2-3 മുറിച്ചിട്ടിട്ടേ ഉള്ളൂ. ഇനി ഇത് നികക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. ഒരു 3 വിസിലൊക്കെ കഴിയുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഈ ഒരു ഫ്രൂട്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാതെ ഈ ഒരു ടൈപ്പിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അങ്ങനത്തെ നമ്മൾ ഒരു 3 വിസിൽ കേട്ടപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാമേ. ഞാനിത് വേറൊരു പരന്ന പാത്രത്തിലാക്കിയിട്ട് ഫാനിൻ്റെ മൂട്ടി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിത് ഫുള്ള് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ടൊരു പൾപ്പ് രൂപത്തിലിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. ഇനി കുരുവൊക്കെ കളഞ്ഞിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് മാത്രം എടുത്താൽ മതി. അങ്ങനെ ഇത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് മിക്സിയിലിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാമേ. നമ്മൾ അരിയൊക്കെ ആട്ടുന്ന വലിയ ജാറുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാനിപ്പം ഇടത്തരം ജാറാണ് എടുത്തത്. നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മാങ്ങയുടെ കൂട്ട് മൊത്തം ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ അരഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല പൾപ്പ് രൂപത്തിൽ അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഐസ് ക്യൂബ്സും തണുത്ത വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ അത് പാത്രം നിറഞ്ഞു പോകും. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് വേറൊരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും പിന്നെ കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ഈ ഒരു ഐസ് ക്യൂബ്സും കൂടി നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ അടിക്കുമ്പോൾ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് അടിക്കാം. അപ്പം ഞാനിപ്പം ഇവിടെ ഒരു ഗ്ലാസ് മധുരം ചേർക്കാതെ എനിക്ക് മാറ്റാനുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പഞ്ചസാര ചേർത്ത് അടിക്കാത്തത്. അപ്പോൾ കുറച്ച് മധുരം ആയിപ്പോയതുകൊണ്ട് മക്കളെയൊക്കെ കാണിച്ച് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവാണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനൊരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ടു. പഞ്ചസാരയും കൂടി അലിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ഒരു മാങ്ങയുടെ ജ്യൂസ് കുറച്ച് ലൂസായിട്ട് വരും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ആദ്യം ജ്യൂസ് ഒഴിച്ചപ്പം അതിൻ്റെ ഒരു മട്ടില്ലായിരുന്നു. പക്ഷേ ലാസ്റ്റത്തെ ഗ്ലാസ് കുടിച്ചപ്പോഴത്തേക്കും അതിൻ്റെ അടിമട്ടിൽ ചെറുതായിട്ട് നാരുണ്ടായിരുന്നേ. എങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഐസ് ക്യൂബ്സും ആ ഒരു തണുപ്പും ആ മാങ്ങയുടെ ഒരു ഫ്രഷ്നെസ്സും എല്ലാം കൂടി ചേർന്നപ്പോൾ നമ്മൾ കടയിൽ നിന്നൊന്നും എന്തിനാണ് വെറുതെ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്ത് വാങ്ങിക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. നമുക്ക് മക്കളൊക്കെ ആവശ്യമുള്ളപ്പോൾ കൊടുക്കാം. ബാക്കി വന്നത് ഞാൻ ഇതേപോലെ ഒരു ഫ്രൂട്ടിയുടെ കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിൽ അങ്ങ് സ്റ്റോർ ചെയ്യുവാണ്. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം വേറൊരു വീഡിയോ ആയിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.